തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-39 വാക്യങ്ങൾ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചായിരുന്നു അവൻ പറഞ്ഞത്. യഹൂദന്മാരുടെ 3 പ്രധാന പെരുന്നാളുകളിൽ ഒന്നായ കൂടാര പെരുന്നാൾ 8 ദിവസത്തെ ആഘോഷമായിട്ടാണ് യഹൂദന്മാർ കൊണ്ടാടിയിരുന്നത്. ആദ്യത്തെ 7 ദിവസവും ശീലോഹാം കുളത്തിൽ നിന്ന് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള കുടങ്ങളിൽ വെള്ളം കോരിയെടുത്ത് ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ ഒഴിക്കുന്ന ഒരു ചടങ്ങ് അവർ നടത്തിയിരുന്നു. ഇത് തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് ദാഹിച്ച് വരണ്ട നടന്ന സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് രഫീദീമിൽ വെച്ചും, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 7 വരെ, 2 കാദേശിൽ വെച്ചും, സംഖ്യാപുസ്തകം 20-ാം അധ്യായം 1 മുതൽ 13 വരെ പാറയിൽ നിന്ന് ജലം നൽകി അവരെ അനുഗ്രഹിച്ച ദൈവകൃപയെ അനുസ്മരിക്കുവാനും ദൈവത്തിന് നന്ദി കരയറ്റുവാനും വേണ്ടിയാണ് ഈ ചടങ്ങുകൾ നടത്തിയിരുന്നത്. എന്നാൽ 8-ാം ദിവസം വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നതിന് പകരം വെള്ളത്തിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ് അവർ നടത്തിയിരുന്നത്. ഇപ്രകാരം യഹൂദന്മാർ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഹ്വാനം യേശുക്രിസ്തു നടത്തിയത്. യഹൂദ സമൂഹത്തിന് യേശുക്രിസ്തു തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണിത്. ആത്മാവിന്റെ പുതുക്കത്തിന് വേണ്ടി ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ ജീവന്റെ ജലമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലം നദിയായി രൂപാന്തരപ്പെട്ട ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിലും കർത്താവ് ഇതുതന്നെയാണ് പറയുന്നത്. യേശുവിൽ വിശ്വസിക്കുകയും അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഉറവ നദിയായി പ്രവഹിച്ച് ആ വ്യക്തിയെ മുഴുവനായി രൂപാന്തരപ്പെടുത്തി അവരിൽ അത്ഭുതകരമായ മാറ്റം സൃഷ്ടിക്കും. ഇത് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് എന്ന് കർത്താവ് പറയുന്നു. തിരുവെഴുത്തിൽ നാം ഇത് കാണുന്നത് യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിലാണ്. അവിടെ പ്രവാചകൻ കാണുന്ന ദർശനത്തിൽ ദേവാലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു. ഇത്തരം ഒരു നദിയെക്കുറിച്ച് ഇസ്രായേലിന്റെ ചരിത്രത്തിലോ പലസ്തീനിന്റെ ഭൂമിശാസ്ത്ര രേഖകളിലോ നാം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നദി ഭൗമികതയ്ക്ക് അപ്പുറം ആത്മാവിന്റെ ഒരു നീരൊഴുക്കായിട്ട് വേണം മനസ്സിലാക്കുവാൻ. ഈ ഒഴുക്ക് പുറപ്പെടുന്നത് ദേവാലയത്തിന്റെ അന്തർഭാഗത്തു നിന്നാണ്. അവിടെ നിന്ന് സാവകാശം ആരംഭിക്കുന്ന ഒഴുക്ക് പ്രവാചകന്റെ കാൽപാദവും മുട്ടും അരയും കടന്ന് ഉയർന്ന് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത വലിയ പ്രവാഹമായി മാറുന്ന അത്ഭുതകരമായ കാഴ്ച പ്രവാചകൻ തുടർന്ന് കാണുകയാണ്. ഈ നദി ചെന്നു ചേരുന്ന സ്ഥലത്ത് മത്സ്യസമ്പത്ത് സമൃദ്ധിയായി വർദ്ധിക്കുന്നു. ജലം ഔഷധവീര്യമുള്ളതും ജലജീവികൾ രോഗവിമുക്തരായി ഈ നിത്യമായി ജീവിക്കുന്നതും നാം കാണുന്നു. നദിയുടെ 2 കരകളിലും തിന്മാൻ തക്ക ഫലമുള്ള വൃക്ഷങ്ങൾ സമൃദ്ധിയായി വളരുന്നു. ആ വൃക്ഷങ്ങൾ എപ്പോഴും ഫലം കായ്ച്ചും അവയുടെ ഇലകൾ വാടാതെയും ഔഷധവീര്യമുള്ളവയായും വളരുന്നു. വെളിപ്പാട് പുസ്തകം 22-ന്റെ 2-ാം വാക്യത്തിലും ഇതിന് സമാനമായൊരു നദിയെ നാം കാണുന്നുണ്ട്. അത് കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന നദിയാണ്. പളുങ്ക് പോലെയുള്ള ജീവജല നദി എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ നദിയുടെ കരയിലും വൃക്ഷങ്ങളുടെ ഫലസമൃദ്ധിയും ഔഷധവീര്യവും നാം കാണുന്നുണ്ട്. ഈ ഭാഗത്ത് വിവരിക്കുന്ന നദി പരിശുദ്ധാത്മാവിന്റെ ഉറവയാണ്. അത് ആരംഭിക്കുന്നത് ദൈവമന്ദിരത്തിന്റെ ഉമ്മറപ്പടിയുടെ അടിയിൽ നിന്നാണ്. രാജകൊട്ടാരത്തിന്റെയോ ചന്തസ്ഥലങ്ങളുടെയോ വലിയ കളിസ്ഥലങ്ങളുടെയോ വലിയ ജനാവലി ഒന്നിച്ച് സമ്മേളിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നോ ഒന്നുമല്ല ഈ നദി ഉത്ഭവിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ മന്ദിരം ഞാനും നിങ്ങളും തന്നെയാകുന്നുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നുവല്ലോ, 1 കൊരിന്ത്യർ 3-16. നമ്മുടെ ഉള്ളിലെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്ന് വന്ന് ആത്മാവിനെ പവിത്രീകരിക്കുകയും ആത്മാവിന്റെ മേഖലകൾ മുഴുവൻ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവിടെ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് ഒഴുകി ഇറങ്ങി മനസ്സിനെ പവിത്രീകരിക്കുകയും മനസ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വീണ്ടും അവിടെ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ നദിക്ക് സമാനമായി തന്നെ ഒഴുകി ഇറങ്ങി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് ശരീരത്തെയും ആകമാനം ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ നമ്മെ മുഴുവനായി ആത്മാവിന്റെ നിറവ് കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആത്മാവിൽ മുഴുവനായി ലയിച്ച് ആത്മാ അഭിഷേകത്തിന്റെ നിറവിൽ എത്തിച്ചേരുന്നു. നേരത്തെ സൂചിപ്പിച്ച നദി എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലെ ഫലസമൃദ്ധിയും
വൃക്ഷങ്ങളുടെ ഫലപുഷ്ടിയും ഔഷധ വീര്യ ഗുണങ്ങളും പോലെ നമ്മുടെ ആത്മീയത അതിൻ്റെ ഫലപൂർണതയിൽ എത്തിച്ചേരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 5:17 പറഞ്ഞിരിക്കുന്നത് പോലെ നാം ഒരു പുതിയ സൃഷ്ടിയായി അവിടെ രൂപാന്തരപ്പെടുകയാണ്. ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ ആ ഒരു അവസ്ഥയിലേക്ക് നാം ഉയരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.